വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ നീട്ടിവെക്കൽ ഒരു നിത്യശീലമായി മാറുമ്പോൾ അത് മടി മാത്രമല്ല, മസ്തിഷ്കത്തിൻ്റെ ഒരു താളപ്പിഴയുമാകാം. ഇതിനെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് ഇംഗ്ലീഷിലും അഥവാ കാര്യങ്ങൾ നീട്ടിവെക്കൽ എന്ന് മലയാളത്തിലും പറയാം. പ്രധാനമായും 4 അവസ്ഥകളിൽ ഇത് കാണാറുണ്ട്. ഒന്ന്, ADHD, അതായത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ക്രമീകരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഇത് നീട്ടിവെക്കുന്നു. 2, വിഷാദരോഗം, ഡിപ്രഷൻ, മനസ്സിലെ ഊർജവും താല്പര്യവും നഷ്ടപ്പെട്ട് ചെറിയ ജോലികൾ പോലും വലിയ മല പോലെ തോന്നുന്നത് കൊണ്ട് അത് നീട്ടിവെക്കുന്നു. 3, ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ, തെറ്റിപ്പോകുമോ പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ട് ജോലി തുടങ്ങാൻ തന്നെ മടിക്കുന്നു. 4, OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, എല്ലാം തികഞ്ഞതാകണം എന്ന നിർബന്ധ ബുദ്ധി, അത് കാരണം ജോലി നീണ്ടുപോകുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള യുക്തികേന്ദ്രവും അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ലിംബിക് സിസ്റ്റവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉത്തേജനവും സന്തോഷവും നൽകുന്ന ഡോപ്പമിൻ, ഉണർവ് നൽകുന്ന നോറഡ്രിനാലിൻ, ഏകാഗ്രത നൽകുന്ന അസെറ്റൈൽ കോളിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവുകളിലുള്ള മാറ്റങ്ങളാണ് ഒരു ജോലി ചെയ്യാതെ നീട്ടിവെക്കുന്നതിൻ്റെ പിന്നിൽ. ലിംബിക് സിസ്റ്റവും പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ഏകോപനമില്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ അഥവാ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ നീട്ടിവെക്കുന്നത് ചികിത്സ ആവശ്യമുള്ള ഒരവസ്ഥയാകാം. ഇതൊരു രോഗമല്ല, ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഒരുപക്ഷെ അത് ADHD, വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള ഒരു മാനസിക അവസ്ഥയുടെ ലക്ഷണവുമാകാം. ഒരു സൈക്യാട്രിസ്റ്റിന് രോഗനിർണയം ചെയ്ത് വേണ്ട ചികിത്സ നൽകാൻ സാധിക്കും. കുടുംബങ്ങളുടെ പിന്തുണയും സഹായിക്കും. താങ്ക് യു ഫോർ ലിസണിങ്.